ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ പല സന്ദർഭങ്ങളിലും ദീർഘവീക്ഷണവും ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും മകം നക്ഷത്രക്കാർക്കാണെങ്കിൽ അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതു നിൽക്കുന്നത് കൊണ്ടും ജൂലൈ മാസം 16-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ മകം നക്ഷത്രക്കാർ കൂടുതലും ശ്രദ്ധിക്കണം. ഈ ഒരു സമയങ്ങളിൽ ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ജൂലൈ മാസം 4-ാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്ത് ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കൊണ്ടും തൊഴിൽ മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കർമ്മപരമായിട്ട് പരിവർത്തനങ്ങൾക്കും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് നിവൃത്തി സ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ മനപ്രയാസം വരാതെ ക്ഷീണം വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.